24 വയസ്സല്ലേ? 25 വയസ്സുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കണേ. അപ്പൊ മച്ചാമാരെ, എനിക്ക് ഏജ് ഒക്കെ ഉണ്ട്. എനിക്ക് 24 വയസ്സുണ്ട്. അടുത്ത ജൂണ് 8 എന്റെ ബർത്ത്ഡേ ആണ്. എന്താണ് കഥ ശ്രീരാജിന്റെ? എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫിയ എന്ന് പറഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് ഇതുള്ളൂ ഇങ്ങനത്തെ ഉള്ള അസുഖം. ഇങ്ങനെ മസിൽ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ വിഷമമുള്ള സമയത്തൊക്കെ എങ്ങനെയാ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നത്? വിഷമം മാറാൻ വേണ്ടിട്ടോ ഞാൻ ഇങ്ങനെ ഫോണിലൊക്കെ എന്തെങ്കിലും കോമഡി റീൽസ് ഒക്കെ കണ്ട് ഇരുന്ന് ചിരിക്കും, അതൊക്കെ തന്നെ. പിന്നെ കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ആലോചിക്കത്തോലും ഇല്ല. എന്ന് പറഞ്ഞാൽ അവര് തമാശ പറയുന്നു, അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നു, അവരോട് പുറത്തു പോകുന്നു, അതേപോലെ കൊണ്ടു നടക്കുന്നു. കൂട്ടുകാരാണല്ലേ കൂടുതൽ സന്തോഷം തരുന്നത്. അവരിതിനെ പറ്റിയൊന്നും എനിക്ക് ഉണ്ടെന്ന് പോലും എന്നെ ഇതാക്കത്തില്ല, ആ രീതിയില്ല. ഇപ്പൊ അവൻ എങ്ങനാ അതേപോലെ എന്നെ കൊണ്ട് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നമ്മളെ മാറ്റി നിർത്തും. എന്ന് പറഞ്ഞാൽ ട്രിപ്പൊക്കെ പോകുമ്പം ചിലരൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ. എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പ്രശ്നമുണ്ട്, അവനെ പിന്നെ ഒരു ബാധ്യതയാവും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരങ്ങനല്ല. അതായത് ഞാൻ ഈ ഇടയ്ക്ക് എന്റെ ഫ്രണ്ടിന്റെ കൂടെ റീൽ എടുത്തായിരുന്നു. ഇങ്ങനെ മഴയത്തെ റീൽ എടുത്തപ്പം അത് അത്യാവശ്യം ഒന്ന് വൈറലായി. അങ്ങനെ വൈറലായതിനു ശേഷം എനിക്ക് കുറെ കമന്റ് ബോക്സിൽ തെറിയും എല്ലാം കുറെ കിട്ടി. വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. പക്ഷെ ചേച്ചിക്ക് എന്റെ ഈ സെയിം അവസ്ഥ ആണോ? എന്നെക്കാട്ട് വയ്യ. അങ്ങനെ ചോദിക്കുമ്പോ വിഷമം വരുന്നത് മനസ്സിലായി. അമ്മയ്ക്ക് വിഷമമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്കും അതാണ് വിഷമം. എനിക്ക് വന്നാലും പ്രശ്നമില്ല, പക്ഷെ എൻ്റെ ചേച്ചിക്ക് വരലായിരുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണത്തിൻ്റെ കാര്യം, എനിക്കതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കല്യാണം കഴിപ്പിക്കണം, അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ ഏറ്റവും പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ലൈഫിൽ ഓരോ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും. ചില സമയത്ത് നമുക്ക് മറ്റാരെങ്കിലും ആയിരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്, ശ്രീരാജ്. ഹലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ഇട്ടൊരു വീഡിയോയിലാണ് ആൾക്കാർ കമന്റ് ചെയ്തേക്കുന്നത്. ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ശരിക്കും, ഞാനും ആദ്യം എനിക്ക് നിന്നെ പരിചയമുണ്ടല്ലോ, അപ്പം മെസ്സേജസ് ഒക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും നീന്ന് വിളിക്കുന്നത് കുറച്ച് നാൾ മുന്നേ അറിയുന്ന ആളായതുകൊണ്ടാണ്. ഇനി പറയും ഗസ്റ്റിന് എന്തിനാ നീന്ന് വിളിച്ചതെന്നൊക്കെ. അപ്പം മെസ്സേജ് അയക്കുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതും ഒരു കുട്ടിയാന്നാ, ഒരു ചെറിയൊരു കുട്ടിയാന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നേ. അപ്പോൾ ആ വീഡിയോ കാണുമ്പോഴാണ് ഞാനും അറിയുന്നത് 24 വയസ്സല്ലേ? 25 വയസ്സുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കണേ. എന്താ അപ്പൊ ശരിക്കും എന്താണ് കഥ ശ്രീരാജിന്റെ? കഥ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫിയ എന്ന് പറഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് ഇതുള്ളൂ ഇങ്ങനത്തെ ഉള്ള അസുഖം. എന്ന് പറഞ്ഞാൽ പല കാറ്റഗറി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എനിക്കിതാണെങ്കിൽ വേറൊരാൾക്ക് വേറെ രീതിയിലായിരിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, ഇങ്ങനെ മസിൽ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യമേയൊക്കെ ഞാൻ തന്നെ കോളേജിലും കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യും, ബസ്സിലൊക്കെ തന്നെ കോളേജിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ പിന്നെ ആവുമ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കാനും അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പം ഇപ്പം നടക്കാൻ ആൾക്കാരുടെ ഹെൽപ്പ് വേണം. എന്ന് പറഞ്ഞാൽ മസിൽ ഇങ്ങനെ വേസ്റ്റ് ആവും, പിന്നെ എൻ്റെ കാലിന് ബലക്കുറവ് ആവും, പിന്നെ നടുവിന് ബലമില്ലാണ്ടാവും. ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കൈയുടെ വിരലൊക്കെ ഇങ്ങനെ മടങ്ങും. അപ്പൊ ഇതിന്റെ ഫൈനൽ അപ്പൊ എന്താ ഡോക്ടേഴ്സ് പറയുന്നത്? ഫൈനലായിട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ എഴുന്നേൽക്കാനും നിൽക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാവും. ഓ ഓക്കെ. പക്ഷെ ആളുകൾ കൂടുതലും കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്കൂളിൽ പോകുന്നില്ലേ, പഠിക്കാൻ പോയി ചെക്കാന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും അതൊന്നും തുറന്ന് പറയത്തില്ലായിരുന്നു. അതായത് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ റീൽ എടുത്തായിരുന്നു.
ഇങ്ങനെ മഴയത്തെ ആ. അപ്പം മഴയത്ത് റീലെടുത്തപ്പം അത് അത്യാവശ്യം ഒന്ന് വൈറലായി. അങ്ങനെ വൈറലായതിന് ശേഷം എനിക്ക് കുറേ കമന്റ് ബോക്സിൽ തെറിയും എല്ലാം കുറേ കിട്ടി. എന്തിന്? ഇങ്ങനെ സ്കൂളിൽ പോടാ എന്നൊക്കെ പറഞ്ഞ എന്താ ശിവൻകുട്ടിക്ക് നന്ദി, അതായത് മറ്റേ ഇതില്ലേ മറ്റേ വിദ്യാഭ്യാസ മന്ത്രി ലീവ് കൊടുത്തതിന് ജൂൺ 1-ാം തീയതി ആയല്ലോ ഇനി സമാധാനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്. അതേപോലെ തന്നെ തെറിവിളി ആവശ്യത്തിന് പിന്നെ കുറേ കിട്ടി. ചേച്ചിയാണല്ലോ സമാധാനം, അനിയത്തിയാണോ സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിട്ടി. അങ്ങനെ അതൊക്കെ എനിക്ക് താങ്ങാൻ വയ്യാതെ വന്നപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ മുന്നോട്ടിറങ്ങിയത്. എന്ന് പറഞ്ഞാൽ അതിനും ഇവിടൊന്നും ഇങ്ങനെ മുന്നോട്ട് വന്ന് പറയണമെന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പറയണ അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഞാൻ പറയാന്ന് വിചാരിച്ച് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോയിൽ കുറേ സപ്പോർട്ടും അതങ്ങനെ നല്ലോണം അങ്ങ് എന്ന് പറഞ്ഞാൽ വൈറലായ ആ വീഡിയോ ഒന്ന്. പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യാനൊരു ഇത് തോന്നി. അങ്ങനെയാണ് മുന്നോട്ട് വന്നത്. വീട്ടിലപ്പോ ആരൊക്കെയുണ്ടോ? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. പക്ഷെ ചേച്ചിക്ക് എൻ്റെ ഈ സെയിം അവസ്ഥ ആണോ? എന്നെക്കാട്ട് വയ്യ. ചേച്ചി അപ്പോ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. അപ്പൊ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ആർക്കും ഇല്ല. അയ്യോ കരണ്ട, അങ്ങനെ ചോദിക്കുമ്പോൾ വിഷമം വരുന്നത് മനസ്സിലായി. ചോദിച്ചു, കുഴപ്പമില്ല. വെള്ളം വേണോ? ടീഷർട്ട് വെള്ളം വേണോ? കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം ഉണ്ടോടാ? പക്ഷേ എനിക്ക് മനസ്സിലായി, ഇപ്പം ഒരു സിറ്റുവേഷൻ അറിയാണ്ട് ആൾക്കാരിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു വിഷമാവും. അയ്യോ, ഇപ്പൊ എന്താ പഠിക്കുന്നുണ്ടോ? ഇല്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നിനും പോയിട്ടില്ല. ബുദ്ധിമുട്ടുകളുണ്ടോ, പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് പിന്നെ മൈൻഡ് ആകാൻ ഇതായി. എന്ന് പറഞ്ഞാൽ അമ്മ ആദ്യമേ പറയുമായിരുന്നു എന്തേലും ഹോസ്പിറ്റലൊക്കെ പോകാൻ നിർബന്ധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡൊക്കെ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ മടിയാ, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അമ്മ പറയും മക്കളെ നമുക്ക് കൂലിപ്പണി എടുത്താലും ജീവിക്കാം അങ്ങനെയൊക്കെ പറയും. നമുക്ക് ഇതുകൂടെ പോയി നോക്കാം, ഇതിൽ ദൈവം രക്ഷപ്പെടുത്തുമായിരിക്കും എന്നൊക്കെ പറയും. അതൊക്കെയാ. അപ്പം ഈ ഡോക്ടേഴ്സും കംപ്ലീറ്റ്ലി ഇത് ക്യൂറബിൾ അല്ല? ഇല്ല, ഇതിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല? ഇല്ല. അപ്പോൾ എങ്ങനെ, അപ്പോൾ ആരെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും ഒക്കെ. നല്ല കുറച്ച് ഫ്രണ്ട്സിന് കിട്ടിയില്ലേ? ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്തു വന്നപ്പോൾ ആൾക്കാർ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു? യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ അത്യാവശ്യം 3000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 1 വർഷത്തോളം ആവാറായതേ ഉള്ളൂ. എന്താ അപ്പൊ ഈ ഒരു അസുഖത്തിന്റെ പേരെന്താ പറഞ്ഞത്? മസ്കുലർ ഡിസ്ട്രോഫി. മസ്കുലർ ഡിസ്ട്രോഫിയ. ഓക്കെ. ഇതിന്റെ എന്തൊക്കെ ബുദ്ധിമുട്ടപ്പോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഒക്കെ ഉണ്ടോ? പെയിൻ ഒന്നുമില്ല. ഒത്തിരി നടക്കുമ്പോഴൊക്കെ കാലൊക്കെ ഭയങ്കര കഴപ്പായിരിക്കും. പിന്നെ ഇവിടെ ഉരുണ്ടങ്ങ് കയറും ഇവിടെ, അങ്ങനെയൊക്കെയാ. പിന്നെ ഇങ്ങനെ കാല് സ്റ്റമ്പ് പോലായിട്ട് അങ്ങ് നിൽക്കും. പിന്നെ കുറച്ചു നേരത്തേക്ക് പിന്നെ പയ്യെ മടക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ്. പിന്നെ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അമ്മയ്ക്ക് ഉറക്കം കൊടുക്കത്തില്ല. എന്ന് പറഞ്ഞാൽ കാലെ തീരുമാൻ പറയും. അന്നത്തെ ദിവസം ഞാനും ഉറങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എണീറ്റിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കിടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അവിടെ ഉറങ്ങാൻ പറ്റത്തില്ല, ആ രീതിയിലായിരിക്കും. പിന്നെ അതൊന്നും കാര്യമാക്കാറില്ല. അല്ലാതെ ആര് വിളിച്ചാലും എവിടെ വേണമെങ്കിലും കറങ്ങാനോ എല്ലായിടത്തും പോകും. ഒരു മൈൻഡായി പോയി. പക്ഷെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര നല്ലോണം സംസാരിക്കുന്ന, ഭയങ്കര ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ പല ആൾക്കാർക്കും പല സ്റ്റോറീസ് ഉണ്ടാവും അല്ലേ? അപ്പൊ ആരാ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? ഫ്രണ്ട്സ് ഒക്കെയാണോ? ഫ്രണ്ട്സ് ഒക്കെയാ. എന്ന് പറഞ്ഞാൽ എനിക്ക് നൈറ്റ് പുറത്ത് പോയി എൻജോയ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. ചായ കുടിക്കാൻ പോകുന്ന ഇഷ്ടമാണ്, കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ എത്ര വയ്യെങ്കിലും ഞാൻ എവിടെ ആയാലും പോകും. ആ വേദന ഒന്നും ഒരു കാര്യമാകത്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം കിട്ടും മനസ്സിൽ. അതൊക്കെയാണ്. പിന്നെ എൻ്റെ ചേച്ചിയാണെങ്കിൽ പുറത്തോട്ട് എങ്ങും പോകത്തില്ല. എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് മാത്രം ഫോണിൽ കളിക്കും, ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തോളൂ, ആ വീഡിയോ ഇട്, ഈ വീഡിയോ ഇട്, ഈ വീഡിയോ ചെയ്യും, അങ്ങനെയൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യ. എന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കത്ത് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ കൈ പിടിച്ച്
നടക്കും. എന്നാലും ഭയങ്കര പാടാം, എവിടെ വിളിച്ചാൽ പോകത്തില്ല, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ്. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? ചേച്ചിക്ക് ഇപ്പോൾ 10-34 കഴിഞ്ഞ്. ഓക്കെ. നമ്മളിപ്പോൾ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമായിരുന്നു? ഇല്ല, പറ്റത്തില്ലായിരുന്നു. പറ്റില്ല. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, മരുന്ന് കഴിക്കാത്ത മരുന്നുകളൊന്നുമില്ല. ആയുർവേദം അലോപ്പതിയും ഇഷ്ടംപോലെ, പിന്നെ ടെസ്റ്റുകളും എല്ലാം ചെയ്തതാണ്. അതിന് പിന്നെ സന്തോഷമായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ട് എല്ലാവരെയും കൂടെ അടിച്ചു പിടിച്ച്. അപ്പോൾ ഇപ്പൊ മരുന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇപ്പൊ മരുന്നൊന്നും എടുക്കുന്നില്ല, ഒന്നുമില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ വേറെ ഒന്നും മാറ്റമൊന്നും വരത്തില്ല. പിന്നെ ഈ കാലിന് മസിൽ എടുത്ത് ഇച്ചിരി കുറവായിട്ട് വരും, അതേ ഉള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബെഡിൽ കിടക്കുക, കിടന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ടർ ഉണ്ട്, അതിങ്ങനെ നമ്മുടെ ദേഹത്തൂടെ ബാക്കിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങുക, അങ്ങനെ. അത് 30 ദിവസം ഫ്രീ ആയിരുന്നു, അത് പോയി ചെയ്ത്. ഇതിനകത്തൊന്നും വലിയ മാറ്റമൊന്നും കണ്ടിട്ടില്ല. അപ്പം ഫാമിലി അച്ഛനമ്മയൊക്കെ എന്താ ചെയ്യുക? അച്ഛനമ്മയൊക്കെ നല്ല, എന്ന് പറഞ്ഞാൽ അച്ഛന് നേരത്തെ മണലുപണിയൊക്കെ ആയിരുന്നു. ഇപ്പം മണലുവാനൊന്നും പറ്റത്തില്ല, ശ്വാസം മുട്ടലും നടുവേദനയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ജോലി, പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അപ്പം ഇത് ട്രീറ്റ്മെന്റിനൊക്കെ കോസ്റ്റ് ഒക്കെ അതൊക്കെ ആദ്യമേ ടൈമിൽ അച്ഛൻ അത്യാവശ്യം ഒക്കെ മണലുപണിയൊക്കെ ഉള്ള ടൈമിലൊക്കെ അത്യാവശ്യം വീടൊക്കെ വെച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനടിയിൽ മുങ്ങിയുള്ള വാരൊക്കെ ആയിരുന്നു, എന്ന് പറഞ്ഞാൽ മണലേ. അപ്പൊ ഭയങ്കര ശ്വാസം മുട്ടല്ലോ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുനിഞ്ഞ് ഒന്നും എടുക്കാനോ ഒന്നും വയ്യ. പിന്നെ ഒരു ചെറിയൊരു കടയുണ്ട്, എന്ന് പറഞ്ഞാൽ അയൽവക്കത്തുള്ളവർക്കൊക്കെ ചായ കുടിക്കാൻ വരും, അങ്ങനെയൊക്കെ ഉള്ള. അതുകൊണ്ട് ജീവിച്ചു പോകുന്നിപ്പോ. ഓക്കെ. ഈ വീഡിയോസ് ഒക്കെ ഇടുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻകം ഒക്കെ കിട്ടി തുടങ്ങിയോ? ഇല്ല, യൂട്യൂബിൽ എനിക്ക് അത്യാവശ്യം എല്ലാം ആയി, മറ്റേ മോണിറ്റൈസേഷൻ ആയി, പിന്നെ പിൻ ലെറ്റർ ഒക്കെ കിട്ടി. ഇപ്പം ഡോളറിന്റെ സമയമാണ്, എന്ന് പറഞ്ഞാൽ 100 ആവുമ്പോഴത്തേന് ട്രാൻസ്ഫർ ആവും ഇങ്ങനെ പറയാൻ കേട്ട്. ഇപ്പൊ ഒരു 10-24 കഴിഞ്ഞ്. ഓക്കെ. പുറത്തിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാര് തിരിച്ചറിയാനൊക്കെ തുടങ്ങിയോ? ആണാണ്. ഇന്നിപ്പം ഞങ്ങളിപ്പം അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു, അവിടെ ഒരു കടയിൽ. അപ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അവിടെ ഇരുന്നേ, ഞാനിങ്ങനെ നടന്നു പോയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട്, എനിക്കറിയത്തില്ല ആരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ ചെറുതായിട്ടൊക്കെ അറിയാൻ തുടങ്ങി. പിന്നെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴും ഓരോരുത്തരെ ശ്രദ്ധിക്കും, അതൊക്കെയാണ്. പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുണ്ടെങ്കിലേ ഇതൊന്നും ഓർക്കത്തില്ല. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴൊക്കെയാണ്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും വന്ന് ചോദിക്കും, നമ്മൾ ഫുഡ് വാരി കഴിക്കുമ്പോഴും എന്തോ പറ്റിയതാ മോൻ, അല്ലെ നടക്കാൻ നേരത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ അടുത്ത് വന്ന് ചോദിക്കും, മോൻ എന്തോ പറ്റിയതാ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതിനകത്തോട്ട് ഇതാവുന്നത്, വിഷമാവുന്നത്. അതൊരു പ്രശ്നമൊന്നുമില്ല, കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് ആ രീതിയിലൊക്കെ അങ്ങ് പോകും. അതൊക്കെയാണ്. വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ രീതിയിൽ ആരും ഇല്ലല്ലോ, ഇതൊക്കെ പറയുമ്പോൾ വിഷമം വരുന്നതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നം. എന്താവാനൊക്കെ ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ആയിട്ടൊന്നും ഇല്ല, എന്നാലും ജീവിക്കാനുള്ളൊരു മാർഗം വേണമെന്നുണ്ട് ഇതിൽ നിന്ന്, അതേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ആൾക്കാരുടെ തൊട്ട് കോടീശ്വരനാവണം അങ്ങനൊന്നും ഇല്ല, അന്നത്തെ എത്ര കഴിഞ്ഞു പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ ആഗ്രഹമില്ല. പിന്നെ ഒരു സിനിമയിലൊരു തല കാണിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമാണ്. ഓക്കെ. എപ്പോഴാ അപ്പോൾ ശ്രീരാജിന് മനസ്സിലായത് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പയ്യെ ശരീരം പോയി തുടങ്ങി, പിന്നെ നടക്കുമ്പം പെട്ടെന്ന് വീഴാൻ പോവും, അങ്ങനെയാണ് എനിക്ക് അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ആണെങ്കിൽ സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കാൻ പറ്റാതായി. എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചാൽ നടക്കും. പിന്നെ വീട്ടിലൊക്കെ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ പുറത്തു പോകുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കാലിങ്ങനെ തന്നെ അങ്ങ് മടങ്ങും ഇങ്ങനെ. അപ്പോഴൊക്കെ അങ്ങനെ മനസ്സിലായി തുടങ്ങി. അതിന് വിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. അതിന് വിട്ട് തന്നെ കോളേജിൽ പോകും. അതായത് എൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്, അവിടെ അച്ഛൻ കൊണ്ടുവിടും. ഞാൻ തന്നെ ബസ്സിൽ കയറി പോകും. പിന്നെ ഞങ്ങളുടെ കോളേജ് എന്ന് പറഞ്ഞാൽ കുന്നിന്റെ മുകളിലൊക്കെ, നല്ല അടിപൊളി കോളേജൊക്കെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ താഴെ കൂട്ടുകാർ വരും, പിന്നെ അവരോട് ബൈക്കിൽ മേളിലോട്ട് പോകും. എന്താ പഠിച്ചേ? ഞാൻ BSc ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ വിഷമമുള്ള സമയത്തൊക്കെ എങ്ങനെയാ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നത്? വിഷമമുള്ള സമയത്തോ അങ്ങനെ എന്താ വിചാരിക്കുക അത് വിഷമം മാറാൻ വേണ്ടിട്ടോ? വിഷമം മാറാൻ വേണ്ടിട്ടോ ഞാൻ ഇങ്ങനെ ഫോണിലൊക്കെ എന്തെങ്കിലും കോമഡി റീൽസ് ഒക്കെ കണ്ട് ഇരുന്ന് ചിരിക്കും, അതൊക്കെ തന്നെ. പിന്നെ കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ആലോചിക്കത്തോലും ഇല്ല. എന്ന് പറഞ്ഞാൽ അവര് തമാശ പറയുന്നു, അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നു,
അവരോട് പുറത്ത് പോകുന്നു, അതേപോലെ കൊണ്ടു നടക്കുന്നു, ഇതൊക്കെ തന്നെ. ആരെങ്കിലും കാണാനൊക്കെ ആഗ്രഹമുണ്ടോ? ആരെങ്കിലോ ആ ആരെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. കുറച്ചുപേരെയൊക്കെ കാണാൻ ആഗ്രഹം. ആരെ? ലാലേട്ടനെ കാണാൻ ആഗ്രഹമുണ്ട്. അതേപോലെ ഞാൻ വേടനെ കാണണമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ കണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടില്ല. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് ശരീരം ഇനിയും പോകുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ കംപ്ലീറ്റ്ലി ഇനിയും സൈസും ചെറുതാവും? സൈസ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ പൊക്കോണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കാലിനൊട്ടും ബലമില്ലാതെ വരും, അങ്ങനൊക്കെ. അയ്യോ, പക്ഷെ മരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇല്ല ഇതിന്. മസ്കുലാർ ഡിസ്ട്രോഫിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഉണ്ട്, വീൽ ചെയറിലാണ് അവൻ. അവന് ഇവിടെ തൃശ്ശൂരുള്ളതാണ്. അവനെന്ന് പറഞ്ഞാൽ ഫുള്ള് കൂട്ടുകാർ, അവന് ഇതേപോലെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവനെ എടുത്തോണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തോളെ വെച്ച്. എന്താ പിന്നെ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ വ്ളോഗ്സ് ഒക്കെ ഇടാനുള്ള പ്ലാൻസ്? ഞാൻ ലൈഫ് സ്റ്റൈലായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഇടും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ രീതിയിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും, അല്ല ഇപ്പം എവിടെയെങ്കിലോട്ട് പോവാം, അത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈലായിട്ടല്ല ഉൾപ്പെടുത്തുന്ന രീതി. വീട്ടിലപ്പോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇപ്പൊ വീട്ടിൽ നടക്കൂന്ന് പറഞ്ഞു, എന്നാലും നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. പിന്നെ ഉടുപ്പിന്റെ ബട്ടൺസ് ഒക്കെ ഇടാൻ ഇച്ചിരി പാടാ. പാൻസ് ഒക്കെ ഇടാം. പാൻറ്റൊക്കെ ഞാൻ തന്നെ ഇടും. ബട്ടൺ ഒക്കെ ഇടാൻ ഭയങ്കര പാടാ. പിന്നെ ചോറ് വാരി കഴിക്കാൻ പാടാ എന്ന് പറഞ്ഞാൽ കഴിക്കാന്ന് പറഞ്ഞാൽ ഈ ദോശ ഇഡലിയൊക്കെ ഇല്ല, അതൊക്കെ ഞാൻ തന്നെ കഴിക്കും. പക്ഷെ ചോറൊക്കെ വാരി കഴിക്കാൻ ഇച്ചിരി പാടാ. അമ്മ വാരിത്തരും, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടെ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ വാരിത്തരും. കൂട്ടുകാരാണല്ലേ കൂടുതൽ സന്തോഷം തരുന്നത്? കൂട്ടുകാരാണ്. ഓക്കെ. എന്താ നിങ്ങൾ കൂടിയിരിക്കുമ്പോ എന്തൊക്കെയാ പറയാ ഫ്രണ്ട്സ് ഒക്കെയോ? എന്തൊക്കെയാ പറയാ, എല്ലാം പറയും. എന്നാലും അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ? അവരിതിനെ പറ്റിയൊന്നും എനിക്ക് ഉണ്ടെന്ന് പോലും എന്നെ ഇതാക്കത്തില്ല, ആ രീതിയില്ല. ഇപ്പൊ അവൻ എങ്ങനാ അതേപോലെ എന്നെ കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ നമ്മളെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞാൽ ട്രിപ്പൊക്കെ പോകുമ്പം ചിലരൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പ്രശ്നമുണ്ട്, അവനെ പിന്നെ ഒരു ബാധ്യതയാവും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരങ്ങനല്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൊണ്ടുപോകണം, എവിടെ പോയാലും കൊണ്ടുപോകും. ഇപ്പൊ മല കാരണമെങ്കിൽ എന്നെ കൂടെ കൊണ്ടു കയറും. അയ്യടാ. വീട്ടിലപ്പോ എങ്ങനെയാ പേരൻസ്? അവര് സപ്പോർട്ടാ? ബാക്കി ഫാമിലീസ് ഒക്കെ? ഫാമിലിയൊക്കെ സപ്പോർട്ടാ. എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ അവരൊക്കെ? ഇല്ല, ഇതിനെ പറ്റിയൊന്നും എൻ്റെ അടുത്ത് ആരും ഒന്നും ചോദിക്കത്തുമില്ല, പറയത്തുമില്ല, എന്നെ ആ രീതിയിൽ കണ്ടിട്ടുമില്ല. ഇല്ല. ഓക്കെ. എന്നാലും നമ്മളിപ്പോ സാധാരണ നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ കുട്ടിയാന്നൊക്കെ പറയണ കേൾക്കാൻ നമുക്കൊക്കെ ഒരു ഇഷ്ടമാണ്. അത്രയും പ്രായം കുറച്ച് ആൾക്കാർ പറയല്ലോ. അപ്പൊ ഇങ്ങനെ കുറെ ചേച്ചിമാരും ഒക്കെ വരും നമ്മളെ കാണുമ്പോഴേ, അങ്ങനെയൊക്കെ കുട്ടിടു ചക്കിടു എന്നൊക്കെ വിളിച്ചിട്ടല്ലേ? ശരിക്കും അങ്ങനെ വിളിക്കാനേ തോന്നുള്ളൂ. ഇതിനെ കണ്ടു കഴിഞ്ഞാണല്ലോ കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചു വന്നിരിക്കുന്ന പോലെ തോന്നുള്ളൂ. ഞാൻ അതാ പറഞ്ഞ, എനിക്ക് ആദ്യം കുറേ നാൾ, നമുക്ക് എത്ര നാളായിട്ട് അറിയാം? നമുക്കിപ്പോ വർഷങ്ങളായിട്ട് അറിയാവേ. അപ്പൊ ഈ കുട്ടി മെസ്സേജ് അയക്കുന്ന സമയത്തും സൗണ്ട് കേൾക്കും. ഞാന് കാണുന്നത് ആദ്യമായിട്ടാ, അല്ല നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഞാനൊരു കുഞ്ഞു ചെക്കനാ, ഞാൻ ഈ കുട്ടിക്ക് സ്കൂളില്ലേ, ഈ കുട്ടി സ്കൂൾ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആരോട് ഞാൻ അങ്ങനെ പറയത്തില്ല, ഇത്ര ഏജ് ഉണ്ടെന്ന് പറയുമ്പോ ചിലര് പറയുവേ, വിശ്വസിക്കത്തില്ല. വിശ്വസിക്കില്ല, നീ ചുമ്മാ കള്ളത്തിനെ പറയുമ്പോ പറയാം. പക്ഷെ അതാ ഞാൻ പറയാം, നമ്മളൊക്കെ കുട്ടി പ്രായം കുറച്ച് ആൾക്കാർ പറയണ കേൾക്കുമ്പോ ഒരു സുഖ. ഇവിടെ അത് ഇഷ്ടമല്ലാത്തയാണോ അങ്ങനെ വിളിക്കണേ? അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല, ഒന്നുമില്ല. അങ്ങനെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അടുത്തോട്ട് വരുന്നത് അപ്പോഴും നമ്മുടെ ഏജ് പറയുമ്പോഴാണ് അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഏടാ കള്ളത്തരം പറയല്ലേ എന്നൊക്കെ പറയും. ID പ്രൂഫ് ഒക്കെ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ ആധാറൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൂടെ തന്നെ എത്ര പേര് ആധാർ ചോദിച്ചിട്ടാണെന്ന് പറയാം, കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എവിടെങ്കിലും ID പ്രൂഫ് ചോദിക്കാം? വോട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോഴേ അവിടെ ചെല്ലുമ്പോ നമ്മളെ അറിയാവുന്നവര് കാണും, എന്നാലും അകത്ത് ചെല്ലുമ്പോ ചോദിക്കും ഇവിടെ പോവാ ചോദിച്ചിട്ടുണ്ട്. എളുപ്പമാതെ ചോദിക്കും. അപ്പഴാ പുറത്ത് നിൽക്കുന്ന അകത്ത് നിൽക്കുന്ന ചേട്ടന്മാർ അറിയാവുന്നതായിരിക്കും. അപ്പൊ അവൻ ഏജ് ഉള്ളതെന്ന് പറയും. അയ്യോ ആണോ, സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ സോറി ഒക്കെ പറയും. പക്ഷെ നൈസായിട്ട് കുട്ടിയാന്ന് പറഞ്ഞു പോവാലേ. ബസ്സിലൊക്കെ കേറുമ്പോ കുട്ടിയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ ആരെങ്കിലൊക്കെ? ഇല്ല, പറ്റിച്ചിട്ടില്ല. ഇല്ല. പിന്നെ എന്റെ സംസാരം കേട്ടിട്ട് ഓരോരുത്തര് പറ്റിക്കോണെന്ന് ചോദിക്കും. ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അന്ന് ലവ് സ്റ്റോറി ലവ് സ്റ്റോറി കുറച്ച് ഫണ്ണായിട്ട് പോവാം. പറ. ലവ് സ്റ്റോറി എന്തുവാ,
ആദ്യമേ ഫ്രണ്ടായിട്ടായിരുന്നു, അതായത് എൻ്റെ കോളേജിൽ പഠിച്ച ചേച്ചിയുടെ അനിയത്തിയായിരുന്നു. ആഹാ. അപ്പൊ ചേച്ചിക്ക് അറിയാം, അവിടുത്തെ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെ കുറച്ചാള് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചാള് ഇങ്ങനെ മുന്നോട്ടൊക്കെ പോയിട്ട് ലാസ്റ്റിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് അല്ല ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ട് പോകുമ്പോൾ പിന്നെ ഭയങ്കര വിഷമമായിരിക്കും, താങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിലൊക്കെ ഞാൻ ആദ്യമേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കുറച്ചാൾ മുന്നോട്ടൊക്കെ പോയി. അങ്ങനെ ഒരിടയ്ക്ക് വന്നപ്പോൾ ഇതേപോലെ അവളുടെ കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ ഇത് മുന്നോട്ട് പോകുന്ന ഒരു ഇതില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പൊ പറഞ്ഞു അവൾക്ക് വേറെ റിലേഷൻ ഉള്ളയാ എന്നൊക്കെ പറഞ്ഞു. പറയണേ റിലേഷൻ ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് വിശ്വസിച്ചില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അവര് പറയുന്നതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഒരിടയ്ക്ക് വിളിക്കുന്നു, ഇങ്ങനെ ഒരു ചെക്കൻ വിളിക്കുന്നു തന്നെ. അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്ന് വിളിക്കുവോ, മെസ്സേജ് തകർത്തു വരുന്നു. ഞാൻ ആലോചിക്കുക എന്ത് സംഭവം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അവളെ മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്. ഞാൻ പറഞ്ഞു നീ ഇതെന്താ ഈ പറയുന്നത്, എനിക്കറിയത്തില്ല ഇതൊന്നും. ഞാൻ പറഞ്ഞു ഞാൻ അവളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് സംസാരിച്ച് പിന്നെ സംസാരിച്ചപ്പം അവള് പറഞ്ഞു നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ തേച്ച് അങ്ങനെയൊക്കെ പിന്നെ നിർത്തി. വിഷമായി നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആ വിഷമമൊന്നും ഇല്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ആരടുത്തും അങ്ങനെ ചാറ്റിങ്ങിന് അങ്ങനെ പോകത്തൊന്നുമില്ല. അതായിരുന്നു എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെസ്സേജസ് ഒക്കെ വരാറില്ലേ? കുറെ ഫാൻസ് ഒക്കെ ഇല്ലേ? ഇഷ്ടംപോലെ വരാറ്. എന്താ വരാറ്? എന്ത് മെസ്സേജ് വരാറ്? എന്താ പറയുന്ന ഫാൻസ് ഒക്കെ? ഹായ് മോനെ, ഗോഡ് ബ്ലസ് യു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ഹായ് അയക്കും. ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചേ. അല്ല റിപ്ലൈ ഒക്കെ തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നേരത്തെ ചാറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അതായത് ആരെങ്കിലും ഒരാളെ ഇൻട്രസ്റ്റ് ചെയ്യാൻ, അല്ലാതെ അതായത് കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനൊക്കെ ഉണ്ടായ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. എന്താ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇപ്പഴേ തന്നെ മനസ്സ് മടുത്തതിന്റെ അല്ല, ഇപ്പൊ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് കമന്റ് ഒക്കെ ചെയ്യുമ്പോ ഞാൻ കമന്റിന് റിപ്ലൈ ഒക്കെ കൊടുത്തിങ്ങനെ ഇരിക്കും. അതൊക്കെ ഇഷ്ടം. ഇപ്പൊ അങ്ങനെ ഗേൾസ് ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കാറില്ല? അവരെന്താ നീ ഭയങ്കര ക്യൂട്ടാ, ഭയങ്കര രസമാ, സംസാരം നല്ല രസമാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാ. അപ്പൊ അവർക്ക് റിപ്ലൈ കൊടുക്കില്ല? റിപ്ലൈ കൊടുക്കും. അവർക്ക് എന്താ റിപ്ലൈ കൊടുക്ക? അവർക്ക് റിപ്ലൈ കൊടുക്കും, താങ്ക് യു എന്നൊക്കെ പറയും. എടാ നീ ഇതൊന്നും കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയും. എന്നാൽ നിന്റെ ചിരിയും സംസാരമൊക്കെ ഭയങ്കര, സംസാരത്തിന് ഏറ്റവും കൂടുതൽ ഫാൻസ് സംസാരത്തിനല്ല, ഭയങ്കര ക്യൂട്ടാ എന്നൊക്കെ പറയും. പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ഇല്ല ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. നമ്മളെയൊക്കെ ആര് സ്നേഹിക്കാനാണ്? ഓ എളിമാന്നൊക്കെ. എവിടെയാ ഇപ്പൊ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഡ്രീം പ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇന്ന സ്ഥലത്ത് എനിക്ക് പോകണം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് പോകണമെങ്കിൽ. ഫ്ലൈറ്റ് യാത്ര ചെയ്ത് എവിടെ പോകാൻ ഇഷ്ടം? വല്ല തായ്ലാൻഡോ. തായ്ലൻഡില് പട്ടായ അതൊക്കെ. പട്ടായയിലെവിടെ? വാക്കിംഗ് സ്ട്രീറ്റ് ആയിരിക്കും. പിന്നെ തായ്ലൻഡിൽ പോകാൻ ഇഷ്ടം? തായ്ലാൻഡോ പിന്നെ ദുബായ്, അവിടെയൊക്കെ കറങ്ങാനൊക്കെ ഇഷ്ടം. ഓക്കെ. ഈ വീട്ടിലപ്പൊ എന്താ ഇപ്പോ വീഡിയോസ് ഒന്നും ചെയ്യാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യും? വീഡിയോസ് ഒന്നും ചെയ്യാത്ത സമയത്ത് എന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റീലൊക്കെ കണ്ടിങ്ങനെ ടൈം പോകും. അതൊക്കെ അല്ലെങ്കിൽ പിന്നെ ഒരു ഫുഡ് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ആഹാരം കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം റൂമിലിരുന്ന് റീലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1:30 ആകുമ്പോൾ പിന്നെ ആഹാരം കഴിക്കും. പിന്നെ റീലാണ്. പിന്നെ ഒന്ന് ഉറങ്ങും. പിന്നെ ഒരു 5 മണി 5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒരു ചായ കുടിക്കും. അന്നേരം കൊണ്ട് ഇവന്മാരൊക്കെ വരും. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകും. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചായ കുടി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ കയറും. പിന്നെ ഫുഡ് കഴിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നല്ല സൗണ്ടാ? ഞാൻ ചില കമന്റ്സ് ഒക്കെ കണ്ടു, നല്ല സൗണ്ടാണ്, പാട്ട് പാടുമെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. പാട്ട് പാടുമെന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പാട്ട് പാടണമൊന്നും അല്ല. എന്നാലും ചെറുതായിട്ട് പാട്ട് പാടുമ്പോ തെറ്റു വരികളൊക്കെ. അറിയുന്ന പാട്ട് പാടിയാ മതി. ഈറൻ മേഘം പൂവും കണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ
പൂക്കാരി സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. എനിക്ക് അത്ര ആടുന്നുണ്ടല്ലോ. ഓക്കെ, എന്റെ എത്ര നാണം? നാണല്ലേ, ടെൻഷനാണ്. അത് ഞാൻ ചെയ്യട്ടെ. ഈ ഒരു ഡിസീസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇപ്പൊ 10 ഇത്ര പേർക്ക് അങ്ങനെ ഒരു അല്ല, ഒരു 5-6 പേർക്ക് അങ്ങ് അത്രയൊക്കെ ഉള്ളു. കയ്യിലെണ്ണാവുന്ന ആൾക്കാർക്കേ ഉള്ളു നിലവില്. നിലവിൽ മൊത്തത്തിലാണോ? കയ്യിലെണ്ണാവുന്ന ആൾക്കാർക്കേ ഇത് വരത്തുള്ളൂ. ഓക്കെ, അതിലിപ്പോ 3 പേര് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഞാനുണ്ട്, പിന്നെ എൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ ജീവനുണ്ട്, പിന്നെ കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു ഇങ്ങനെ, എൻ്റെ മോനും മസ്കുലാർ ഡിസ്ട്രോഫിയ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൻറ്റി മെസ്സേജ് അയച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ജന്മനാ വരുന്നതാണോ, അതായത് അല്ല, ഗർഭപാത്രത്തിൽ? ജന്മനാലല്ല, എനിക്ക് ഒരു 10 വയസ്സായപ്പോ തൊട്ടാ. 10 വയസ്സായപ്പോ തൊട്ടാ? അതിന് മുന്നേ വരെ അതിന് മുന്നേ ഒരു കുഴപ്പമില്ല. അതിനകത്തൊരു റീലുണ്ട്, പക്ഷെ എന്താ അംഗനവാടിയിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പിക്കിനകത്തൊരു റീലുണ്ട്, ഫസ്റ്റ് റീല്. അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ 10 വയസ്സിന് ശേഷം വന്നതാ. 10 വയസ്സായപ്പോ തൊട്ടാണ് അതായത് സ്റ്റാർട്ടിങ്, അതായത് കണ്ടു തുടങ്ങുക. ചെറുതായിട്ടേ വരത്തുള്ളൂ, എന്നാൽ പെട്ടെന്ന് ഇതാവത്തില്ല, ചെറുതായിട്ട്. ഇതിപ്പോ ഏത് പ്രായക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. നല്ല കൊച്ചുനാളിലെ വരാം. ലൈഫിന്റെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും അങ്ങനല്ല, ഒരു സ്റ്റാർട്ടിങ് പയ്യെ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കുട്ടിയായിരിക്കുമ്പോഴായിരിക്കും എന്തായാലും വരുന്നത് അല്ലേ? ആണ്, നമുക്ക് നമ്മളെ ശരീരത്തിൽ കാണുമായിരിക്കും. എനിക്കൊരു 10 വയസ്സൊക്കെ ആയപ്പോ തൊട്ടാണ് തുടങ്ങാൻ സ്റ്റാർട്ടിങ്. ഏകദേശം എത്ര രൂപയോളം ചെലവായി കാണും ചികിത്സയ്ക്ക്? ഏകദേശം ഒന്നും ഇല്ല, ഇഷ്ടം പോലെ പൈസ ചെലവായിട്ട്. എന്നാലും എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ റൂമിന്റെ കാര്യങ്ങള്, പിന്നെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ. ആയുർവേദം മെഡിക്കൽ കോളേജ് ഇല്ലേ, അവിടെ ഭയങ്കര പൈസ. പിന്നെ നാഗർകോവിലൊരു അക്യുപഞ്ചറിന്റെ ഒരു ചികിത്സ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദേഹം ഫുള്ള് നമുക്കൊരു സൂചി കുത്തിയിടുക, സൂചി ഇല്ലേ, അതിങ്ങനെ കുത്തിയിടും. അതെന്ന് പറഞ്ഞാൽ വേനയൊന്നും എടുക്കത്തില്ല, ഇങ്ങനെ തൊട്ട് വെക്കത്തേ ഉള്ളൂ. അതിന് ഒരു ദിവസം ചെയ്യുന്നതിന്, രാവിലെ ചെയ്യുന്നതിന് 2000 രൂപ. അതൊരു പാക്കറ്റിലാണ് വരുന്നത്, അതിന് 2000 രൂപ. പിന്നെ റൂം വാടക എൻ്റെ ചേച്ചിയുടെയും എൻ്റെയും കൂടെ ചെയ്തു. ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു എല്ലായിടത്തും പോകുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ചേച്ചി നടന്നൊക്കെ വരുമായിരുന്നു. പിന്നെ ഈ ഉള്ള ഹോസ്പിറ്റലെല്ലാം പോയിട്ട് അങ്ങ് മനസ്സങ്ങ് മടിച്ച്. ഇപ്പൊ പിന്നെ എങ്ങും വിളിച്ചാൽ വരത്തില്ല. പിന്നെ ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും വിളിച്ചാൽ ഞാനും പോവും, കാരണം അമ്മയുടെ ഒരു വിഷമം കണ്ടിട്ട് ഞാനും പോവും. ഓക്കെ, എന്നാലും ഒരു ഏകദേശം എത്ര രൂപ ശ്രീരാജിന്റെ ഒരു ഐഡിയയില്? ഏകദേശം അത്യാവശ്യം നല്ല പൈസ ചിലവായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട് അച്ഛൻ. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ പൈസ ഉണ്ടായിരുന്നു, മണൽ ഫീൽഡിലുള്ള സമയത്തെ പൈസയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും ഇപ്പൊ റോഡെ ഞങ്ങളുടെ അമ്മയും അച്ഛനും അങ്ങനെ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയും, ഇന്നടത്തൊന്ന് കൊണ്ടുപോകണേ പറയും. അപ്പോൾ ഉറപ്പായിട്ട് ഇനി എത്ര പൈസ ചിലവാക്കിയാലും അച്ഛൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരനെ ഭയങ്കര ശ്വാസം മുട്ടലും വയ്യ, നടുവേദന, കുനിയാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ. ഇതിനിപ്പോ ഒരു ചികിത്സ ഇല്ലാന്ന് പറയുമ്പോഴേ ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ പറയാറുണ്ടോ? അവർക്ക് അച്ഛനമ്മയ്ക്കൊക്കെ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ അങ്ങനെ ടെൻഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണിപ്പിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്കും അതാണ് വിഷമം. എനിക്ക് വന്നാലും പ്രശ്നമില്ല, പക്ഷെ എൻ്റെ ചേച്ചിക്ക് വരലായിരുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണത്തിന്റെ കാര്യം, എനിക്കതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, കല്യാണം കഴിപ്പിക്കണം, അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതൊക്കെയാണ്. എനിക്കിങ്ങനെ വന്നാലും ഞാൻ എങ്ങനെയെങ്കിലും, പക്ഷെ ചേച്ചിക്ക് ഇങ്ങനെ, ഞങ്ങൾക്ക് 2 പേർക്ക് ഇങ്ങനെ വന്നപ്പം അച്ഛനും അമ്മയും, അച്ഛൻ പിന്നെ പുറത്തൊന്നും കാണിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സൈലന്റ് ആണ്, ഒന്നും പറയത്തില്ല, എന്നെ ഒന്നും പറയത്തില്ല, ചേച്ചി ഒന്നും പറയത്തില്ല, വഴക്ക് പറയത്തില്ല, അടിക്കത്തില്ല, എന്നൊക്കെ. ചേച്ചിയായിട്ടാണോ കൂടുതൽ കൂട്ട്? ആരാ? ഞാനോ? ചേച്ചി അങ്ങനൊന്നും ഇല്ല, പക്ഷെ പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് എൻ്റെ അടുത്തായാലും ആരുടെ അടുത്തായാലും ഭയങ്കര ഇതിങ്ങനെ പ്രശ്നമാണോ? ആണ്, ഭയങ്കര ദേഷ്യമാണ്. ഓക്കെ, എന്താ അപ്പൊ ഇപ്പം ഇതുപോലെ ഇനിയും ഇതുപോലെ സഫർ ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോ നമുക്ക് അറിയാത്തയായിരിക്കും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ കൂട്ടുള്ള ആൾക്കാരും അങ്ങനല്ല, പൊതുവെ ഇങ്ങനെ അസുഖങ്ങളാലും ഇപ്പൊ ബുദ്ധിമുട്ടുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ എനിക്കതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വെളിയിലിറങ്ങാണ്ടോ അല്ലാതെ അകത്തിരിക്കേണ്ട ഒരാവശ്യമില്ല. ഇറങ്ങി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം ആരും മടി പിടിച്ചിരിക്കരുത്. മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇറങ്ങി തിരിച്ചു എന്തെങ്കിലും ഒരു രീതിയിൽ
ആവാം. അതാണ് അവിടെ മടി പിടിച്ചു കഴിഞ്ഞാൽ പോയി. ഇനി എന്താ ഇപ്പൊ പ്ലാൻസ് ഒക്കെ? പ്രത്യേകിച്ച് പ്ലാൻ യൂട്യൂബ് ചാനൽ കുറച്ച് പൊക്കി കൊണ്ടുവരണം അങ്ങനെ. ആ അതൊക്കെ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു നല്ലൊരു ഇൻകം കിട്ടാനുള്ളൊരു വഴിയാണ് യൂട്യൂബ് ചാനൽ നല്ലോണം കൊണ്ടുപോവാണെങ്കിൽ. അതിനകത്തൊരു വരുമാനം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, എന്നാലും അതിൽ നിന്ന് മോശമില്ലാത്ത ഇൻകം ഒക്കെ കിട്ടണമെങ്കിലും കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകണം. സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും കിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനും വയ്യാണ്ടിരിക്കുകയാണ്, പിന്നെ ഫിനാൻഷ്യലി നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും ക്യാഷ് വേണമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ജോലി ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്നതിൻ്റെ കൂട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒരു ജോലി സെറ്റാക്കി തന്നാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ജോലി ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, അന്വേഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവില്ലേ എന്താ ജോലി ചെയ്യാൻ പറ്റുകയെന്നൊക്കെ? ചോദിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. അപ്പം അതിന് പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജോലി ആരെങ്കിലും വഴി എന്തെങ്കിലും ശരിയാക്കി തന്നാൽ നല്ലതായിരിക്കും. ഇങ്ങനെ കാഷ്യറിലൊക്കെ ഇരിക്കാനൊക്കെ? അത് കുഴപ്പമില്ല. എന്നാലും എന്തുവാ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്തെങ്കിലും എൻ്റെ വക എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ജോലിയായിട്ടോ എന്തെങ്കിലും ഹെൽപ്പായിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. നമ്മളും അതിനു വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഫൈനലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ കാണുന്ന വ്യൂവേഴ്സിനോട്? കാരണം അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണല്ലോ വീഡിയോസൊക്കെ റീച്ചായി വന്നതൊക്കെ. അപ്പോൾ അവർക്കാണ് വളരെ ഒരു നന്ദി എൻ്റെ വക. എന്ന് പറഞ്ഞാൽ ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവണം അവരിൽ നിന്ന് എനിക്ക്. അവരാണല്ലോ ഇത്രയും വളർത്തി ഇവിടെ വരെ കൊണ്ടുവന്നത്. ഇനിയും അവരുടെ സപ്പോർട്ട് തന്നെ എനിക്ക് വേണം. ഇനി എത്ര വലിയ നിലയിലെത്തിയാലും അവരുടെ സപ്പോർട്ട് തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ പാടാം. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം ഇപ്പോൾ അറിയാം കുറേ ഇഷ്യൂസും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന്, പക്ഷെ എന്നാലും എവിടെയോ ഒരു സ്പാർക്കില്ലേ മുന്നോട്ട് പോകണം എന്നുള്ള. അപ്പം ആ ഒരു സ്പാർക്കിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ ദൈവം സെറ്റിലാക്കി തരും എന്തായാലും. നമ്മൾ എന്താ പറയുക, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെങ്കിലും ഒരു ഡോറ് തുറക്കാതിരിക്കില്ലല്ലോ. അപ്പം ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ തുറക്കുകയാണെങ്കിൽ തുറക്കപ്പെടട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. മാക്സിമം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക. ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ല് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാം ശരിയാവട്ടെ. താങ്ക് യു സോ മച്ച്.